പൊന്നാനിയിൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ LDF 36 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. മഞ്ചേരിയിലും മലപ്പുറത്തും കോട്ടക്കലും വേങ്ങരയിലുമെല്ലാം UDF ലീഡ് ചെയ്യുമ്പോൾ പൊന്നാനിയിൽ ലീഡ് ചെയ്യുന്നത് ഇടതുപക്ഷമാണ് എന്നത് കാണുക. കഴക്കൂട്ടത്ത് LDF ലീഡ് തിരിച്ചുപിടിച്ചു. 21 വോട്ടിന് LDF ലീഡ് തിരിച്ചുപിടിച്ചു NDAയിൽ നിന്ന്. കഴക്കൂട്ടം 5, എന്നിട്ടും NDA 5 ലീഡ് നില തുടരുകയാണ്. ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. റാന്നി തിരിച്ചുപിടിക്കാൻ പറ്റുന്നില്ല UDFന്. റാന്നിയിൽ LDF ലീഡ് ചെയ്യുന്നു. തിരുവല്ല UDF ലീഡ് ചെയ്യുന്നു. കോന്നിയിൽ LDF ലീഡ് ചെയ്യുന്നു. സിറ്റിംഗ് സീറ്റുകളിലെല്ലാം ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പ് നാം കാണുകയാണ്. ഇടറി വീഴുന്നതിന്റെ പതറുന്നതിന്റെ സൂചനയൊന്നുമില്ല എന്നാണ് ഈ കാഴ്ച. NDA 5 സീറ്റുകളിൽ ലീഡ് തുടരുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ NDA മുന്നിലാണ്. അരുവിക്കരയിലാണ് UDF മുന്നിൽ. തിരുവനന്തപുരത്തെ മറ്റ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ LDF ലീഡ് നില തുടരുന്നു. കഴക്കൂട്ടത്തെ NDAയിൽ നിന്ന് LDF തൃശ്ശൂരിൽ NDA 21 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പത്മജ വേണുഗോപാൽ 21 വോട്ടുകൾക്ക് തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നു. ഇരിങ്ങാലക്കുടയിൽ UDF, മണലൂരിൽ UDF ലീഡ് ചെയ്യുന്നു. ഇത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 നമ്പറുകൾ. 41ലേക്ക് വന്ന് UDF വീണ്ടും ലീഡ് എടുക്കുന്ന കാണുകയാണ് നമ്മൾ. 38-41. അതേസമയം NDA 5 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. ലീഡ് നില മാറി മറിയുകയാണ് കേട്ടോ. UDF 41ലേക്ക് കടന്നിരിക്കുന്നു. LDF 39ലേക്ക്. നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 സീറ്റിന്റെ നേരിയ വ്യത്യാസം മാത്രമേ UDFും LDFും തമ്മിലുള്ളൂ. വലിയ ഒരു തരംഗത്തിന്റെ ഒരു സൂചനയും ആദ്യ മിനിറ്റുകളിൽ പ്രകടമല്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അതേസമയം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിന് സമാനമായ നിലയിലേക്ക് കേരളം പോവുകയാണോ? 41 ജനകം അങ്ങനെ 100 സീറ്റിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ സാധ്യത ഒന്നും ആദ്യത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന ആറന്മുളയിൽ LDF ലീഡ്. LDF 40-ലധികം വോട്ടിന്റെ ലീഡ് നേടിയിരിക്കുന്നു ആറന്മുളയിൽ. ഇനി കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കരുനാഗപ്പള്ളിയിൽ UDF 23 വോട്ടിന്റെ ലീഡ്. ചവറയിൽ UDF 81 വോട്ടിന്റെ ലീഡ്. കുന്നത്തൂര് UDF 9 വോട്ടിന്റെ ലീഡ്. കൊട്ടാരക്കരയിൽ പക്ഷേ LDF ലീഡാണ് 13 വോട്ടിന്റേത്. പത്തനാപുരത്തും KB ഗണേഷ് കുമാർ ലീഡ് നില. LDF 21 വോട്ട്. പുനലൂരിൽ LDF 210 വോട്ട്. ചടയമംഗലം UDF, കൊല്ലം UDF, ഇരവിപുരം LDF, ചാത്തന്നൂർ LDF ലീഡ് നില.